മോളെ, അച്ഛൻ മോൾക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നു നോക്ക്. എന്ത് കൊണ്ടുവന്നാലും എനിക്ക് വേണ്ട. ഏയ്, അതെന്താ അങ്ങനെ? അച്ഛൻ എന്തിനാ മോളെ വീട്ടിന്റെ അകത്ത് പൂട്ടിയിട്ടേക്കുന്നേ? മോൾ ഇതിന്റെ അകത്തിരുന്ന് മടുത്തച്ചാ. അതെന്തൊരു പറച്ചിലാ മോളെ. മോക്ക് കൂട്ടിന് ആന്റി ഇല്ലേ? അപ്പൂപ്പനും അമ്മൂമ്മയില്ലേ? മോക്ക് ആരുടെയും കൂട്ട് വേണ്ട. മോക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാ മതി. അധികം താമസിയാതെ കോടതിയിൽ കേസെടുക്കും, അച്ഛനും അമ്മയായിട്ടുള്ള കേസ്. അത് കഴിഞ്ഞാ പിന്നെ അച്ഛൻ മോളെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാ. അപ്പൊ കേസ് എഴുതുന്നവരെ മോക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല? അതുവരെ എൻ്റെ മോള് അച്ഛന് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. മോളുടെ അച്ഛനല്ലേ പറയുന്നത്, പ്ലീസ്. ഛേ, അപ്പോഴേക്ക് മൂഡ് ഓഫ് ആയോ? മറ്റൊന്നും കൊണ്ടല്ല കുട്ടനെ അച്ഛൻ പുറത്തേക്ക് ഇറക്കാത്തത്. മോളെ അച്ഛന് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാ. മോളെ നഷ്ടപ്പെട്ട പിന്നെ അച്ഛൻ മരിക്കുന്നല്ലേ നല്ലത്. അച്ചായൻ ഇപ്പോഴെന്നെ വിളിക്കുന്നേ ഇല്ലല്ലോ. എന്താ, വേറെ ഏതെങ്കിലും സുന്ദരി കണ്ണിപ്പെട്ടോ? എന്നേക്കാൾ അഴകും ആരോഗ്യമുള്ള ആരെങ്കിലും? ഓ, കണ്ണിപ്പെട്ടിട്ട് എന്നതാ കാര്യം? സ്വന്തം കാര്യം കഴിയുമ്പോ അവര് പൊടിയും തട്ടി അവരുടെ പാട്ടിനങ്ങ് പോവും. അതെന്നെ പിന്നിൽ നിന്നൊന്ന് കുത്തിയതാണല്ലോ. ഞാൻ ആരെയും കുത്തിയതും മാന്തിയതൊന്നും അല്ല, കോമൺ ആയ ഒരു സത്യം പറഞ്ഞതാ. എന്നാലേ അങ്ങനെ പൊടിയും തട്ടി പോകുന്ന ആളല്ല ഈ ആര്യ. ഉപകാരം ചെയ്യുന്നവരെ ഒരിക്കലും മറക്കില്ല ഞാൻ. അവർക്ക് എന്തും ചെയ്തു കൊടുക്കും, അവരാവശ്യപ്പെടുന്നത് എന്തും. അത്രയ്ക്ക് തറപ്പിച്ച് പറയുന്ന ആളെ ഇതുവരെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നില്ലല്ലോ, എന്റെ എസ്റ്റേറ്റിലേക്ക്. സമയവും സന്ദർഭവും ഒത്തുവന്ന അച്ചായം വിളിക്കുമ്പോ എസ്റ്റേറ്റിലേക്കല്ല, ചന്ദ്രനിലേക്ക് വേണമെങ്കിലും ഞാൻ വരും. അല്ല, ആര്യ ഈ വിദ്യ എവിടുന്നാ പഠിച്ചേ? ഏത് വിദ്യ? അല്ല, ഈ ആൾക്കാരെ സുഖിപ്പിക്കുന്ന വിദ്യ. എന്താ അച്ചായ ഇങ്ങനെ? അച്ചായന്റെ പണം പിടുങ്ങിയിട്ട് അച്ചായനെ ബഫൂണാക്കുന്ന ഒരു ഇല്ലീഗൽ കേളൊന്നും അല്ല ഞാൻ. മനസ്സും മനസാക്ഷിയും എനിക്കും ഉണ്ട്. ദേ, ഇപ്പൊ തന്നെ അച്ചായനെ ആവശ്യപ്പെടാതെ അച്ചായനെ തേടി ഞാൻ വന്നില്ലേ? എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത മോശടൻ. എന്റെ തങ്കക്കട്ടിയെ എനിക്ക് മനസ്സിലാവാത്തോണ്ടൊന്നുമല്ല. ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ കണ്ണു മടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റുകയില്ല. സാഹചര്യത്തിനനുസരിച്ച് അവര് നിറം മാറിക്കളയും. ഊന്തിനെ കണ്ടിട്ടില്ലയോ? അതാ പെണ്ണ്. അല്ല, ഞാൻ കോമണായ കുറെ നേരമായി കോമൺ ആകുന്നു. എന്നാ ഇനി അത് വേണ്ട കേട്ടോ. ആര്യക്ക് രണ്ട് സ്വഭാവം ഇല്ല. ആര്യ അടുത്തറിയാവുന്നവർക്ക് അത് നന്നായി അറിയാം. പോട്ടെ മോളെ, മനസ്സ് നോവുമ്പോഴാ അച്ഛൻ ഇതുപോലെ ഓരോരോ മണ്ടത്തരങ്ങൾ പറയുന്നേ. ആ ആട്ടെ, വിവാഹമൊക്കെ ഏതുവരെ ആയി? ഈ വർഷം എങ്ങാനും ഉണ്ടാവോ? ഈ വർഷമല്ല, അടുത്ത മാസം ഉണ്ടാവും. അതേന്നേ, മെയ് 9 എന്റെ വിവാഹ. ഞാൻ വരുന്നുണ്ട് അപ്പുവുമായി, മിസ്റ്റർ ആൻഡ് മിസ്സസിനെ ക്ഷണിക്കാൻ. കാര്യങ്ങൾ ഇത്രത്തോളം ഒക്കെ പുരോഗമിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. ഏതായാലും വിവാഹം ഉടനെ നടക്കുന്നത് നല്ലതാ. വിവാഹശേഷം നിങ്ങൾ ആ നശിച്ച വീട്ടിൽ നിന്ന് മാറണം, പള്ളിക്കലിന്നേ. നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വാടക വീട് ഞാൻ ശരിയാക്കി തരും. കഴിവതും ഈ വീടിന് പരിസരത്ത് തന്നെ. അപ്പൊ പിന്നെ അപ്പുവിന്റെ ആബ്സെൻസ് എന്റെ പ്രസൻസ് ആക്കാലോ. ഏത്? അയ്യോ, കർത്താവേ, ചതിച്ചു. യൂദാസെത്തി. എന്റെ കെട്ടിയോള്. നീ വന്നേ. വാ, കമോൺ കമോൺ. വരട്ടെ. ഇച്ചായ, ഇച്ചായ, ഷോ, ഈ ഇച്ചായ വാതിലും തുറന്നിട്ട് എവിടെ പോയിരിക്കുക? ഇച്ചായ,
ഇങ്ങോട്ട് വാ. ദേ, ഇതിനകത്തിരുന്നു. എത്ര സമയം? ഞാൻ പറയുന്നത് വരെ. അയ്യോ, പുറത്തെന്റെ ചെരുപ്പുണ്ടായിരുന്നു. ആലീസ് ചേച്ചി അത്. ആര്യ, എന്റെ നെഞ്ചെടുപ്പ് കൂട്ടാതെ വാ, come on. വരൂ. അവിടെ നിന്നോ. എന്റെ കർത്താവേ, ഈ ഉള്ളവനെ സംരക്ഷിച്ചോണേ. ഇതെവിടായിരുന്നു ഇച്ചായ? ഞാനേ ബാത്റൂമില് വയറ് വല്ലാത്തൊരു. മുൻവശത്തെ കഥവും തുറന്നിട്ടിട്ടാണോ ബാത്റൂമിൽ കയറി കഥടച്ചിരിക്കുന്നേ? നിത്യേന എന്തൊക്കെ മോഷണ കഥകളാ കേൾക്കുന്നേ. എന്നാലും പഠിക്കില്ല. ഇപ്പൊ അങ്ങോട്ട് പോവണ്ട. അതെന്താ? കളിക്കാതെ മാറിച്ചായ. എനിക്ക് ഡ്രസ് മാറണ്ടേ? മാറണ്ട. രാവിലെ ഒരു തണുത്ത ചായ തന്നേച്ച് പോയതാ പള്ളിയിൽ കുമ്പസരിക്കാൻ. എനിക്കാണെങ്കിൽ നല്ല ചൂടോടെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയോട് തലവേദനയാ. 10-15 കൊല്ലം എന്റെ കൂടെ പുറത്തിട്ട് എന്റെ മാപ്പിളച്ചിക്ക് അത് അറിയുകയില്ല. സോറി ചായ. ഡ്രസ് മാറി വന്ന ഉടനെ ചൂട് ചായ പോരാ, ആദ്യം ചൂട് ചായ, അത് കഴിഞ്ഞു മതി മറ്റെന്തും. മതിയോ? ഉം. എന്നാൽ എനിക്ക് അപ്പീലില്ല. കടുപ്പത്ത് ഇതേ ചായ റെഡി. കിച്ചണില്ല. എന്റെ ചെരുപ്പ് പുറത്ത് തന്നെയുണ്ട്. അവള് കണ്ടിട്ടില്ല. എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പൊയ്ക്കോ. ചായ റെഡി ആയോ ആലീസേ? ഇത്ര പെട്ടെന്ന് റെഡിയാവനെ ഞാൻ മജീഷ്യനൊന്നും അല്ല. എന്നാലേ തൽക്കാലം ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്താട്ടെ. അതെന്നാ? ചായ കുടിക്കാനുള്ള എന്റെ മൂഡ് അങ്ങ് പോയി. ദേ, മനുഷ്യനെ ഒരുമാതിരി. അയ്യോ, എന്നാ ഇട്ടോ കേട്ടോ, നമുക്കേ മൂഡ് വരുത്താന്ന്. താനിപ്പോൾ കാണിക്കുന്നതൊക്കെ ആകാംക്ഷ കൊണ്ട് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട ഒരാളുടെ പ്രവർത്തികളാണ്. അമ്മ മകളെ അന്വേഷിച്ചു വന്നെന്ന് കരുതി മകളെ വീടിനകത്ത് അടച്ചിടുക, അവളുടെ പഠിപ്പ് മുടക്കുക. എന്താ ശ്യാം ഇത്? ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേർന്നാണോ ഇതൊക്കെ? അറിയില്ല. സ്വന്തം കാര്യം വന്നപ്പോൾ ഞാനൊരു മനോരോഗിയായി. ഡോക്ടർക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം. പക്ഷേ ഞാൻ തന്നെ എൻ്റെ മനസ്സ് വായിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റെന്തിനേക്കാളും മൂല്യം അമ്മൂമ്മളാണെന്ന്. എല്ലാ അച്ഛന്മാർക്കും അങ്ങനെയാ. മക്കൾ തന്നെയാ മൂല്യം. അവർക്ക് വേണ്ടിയാ ഞാനും താനും ഒക്കെ ജീവിക്കുന്നത് തന്നെ. പക്ഷേ ഡോക്ടറുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ അവരുടെ അമ്മയുണ്ട്. മക്കൾക്ക് കെയർ കൊടുക്കുന്നതിൽ നിങ്ങൾ തുല്യ പങ്കാളികളാണ്. എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ. അല്ല, അമ്മ മോക്ക് അച്ഛനും അമ്മയും ഒക്കെ താൻ തന്നെയാ. ഇത് തൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. എടോ, ആരും ആരുടെയും സ്വത്തല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ നഷ്ടപ്പെടേണ്ടതാണ്. അപ്പോൾ അമ്മു എനിക്ക് നഷ്ടപ്പെടുന്നാണോ ഡോക്ടർ പറയുന്നത്? ഛേ, താനിങ്ങനെ ഓവർ എക്സൈറ്റഡ് ആകാതെ. ഇത് അവസാനം ഊർമിളയെ പോലെ തന്നെ ഒരു വിഷാദ രോഗിയാക്കും. ശരിക്കു പറഞ്ഞ കോടതി കേസ് കൊടുക്കുമ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ മാനസിക രോഗിയാണെന്ന് കോടതി വിധി എഴുതും. ഗായത്രി വീട്ടിലും ഹോസ്പിറ്റലിൽ വന്നുപോയ ശേഷം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. ടെൻഷൻ അകറ്റാൻ മെഡിസിൻ വരെ ആശ്രയിക്കേണ്ടി വന്നു എന്ന് പറയുന്നതാവും ശരി. കഷ്ടം. ഇതുകൊണ്ട് തന്നെ തൻ്റെ ദാമ്പത്യം മുളയിലേ നുള്ളേണ്ടി വന്നത്. താൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഗായത്രിയെ ഭയമാണെന്ന്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആ ഭയം. ഗായത്രിയുടെ നിഴലിനെ പോലും താൻ ഭയപ്പെടുന്നു. അതെ, നേരിട്ട് അനുഭവിച്ചത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ഡോക്ടർ.
എനിക്ക് കേൾക്കണമൊന്നുമില്ല. ഇപ്പൊ താൻ ചെയ്യേണ്ടത് ഓരോന്ന് ആലോചിച്ച് വെറുതെ പ്രഷർ കൂട്ടാതെ അമ്മൂനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. അവർക്കും തനിക്കും അതൊരാശ്വാസമായിരിക്കും. വെറുതെ ഒരു കുട്ടിയെ വീടിനകത്തിട്ട് പൂട്ടിയിട്ടിരിക്കുക ഒന്നുമില്ലേലും അതൊരു മനുഷ്യജീവല്ലോടോ. ഡാഡിയോട് മോള് ഒരുപാട് തവണ പറഞ്ഞു നോക്കി മമ്മി. എത്ര പറഞ്ഞിട്ടും ഡാഡി കേൾക്കുന്നില്ല. മോള് മുറിക്കാത്തിരുന്ന് മടുത്തു മമ്മി. മമ്മിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഡാഡിയോട് പറയാൻ പറ്റുമോ? അയ്യോ അത് വേണ്ട. ആ അപ്പൊ പിന്നെ ഈ മമ്മി എന്ത് ചെയ്യും? മോളൊരു കാര്യം ചെയ്യേ, സമയം കിട്ടുമ്പോഴൊക്കെ ആരും കാണാത്ത മമ്മിയെ വിളിക്കേ. നമുക്ക് സംസാരിച്ച് ബോറടി മാറ്റാന്നേ. മോക്ക് മമ്മിയെ എപ്പോഴും വിളിക്കണം എന്നുണ്ട്. പക്ഷെ ഊർമിള ആന്റി എനിക്ക് കൂട്ടിരിക്കുക. ശരിക്കും ആന്റി ഒരു ശല്യ മമ്മി. നാളെ ആന്റിക്ക് ജനിക്കുന്ന കുഞ്ഞുവാവയോ ആന്റിയേക്കാൾ ശല്യമാവും. ആ വീട്ടിൽ മോളെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടമാവും. സത്യാണോ മമ്മി? സത്യമല്ലാതെ. ഇതൊക്കെ എത്ര ആവർത്തിയാവേ ഞാൻ നിന്നോട് പറഞ്ഞത്. ദേ ഇപ്പൊ തന്നെ അവിടെ എല്ലാവർക്കും മോളേക്കാൾ സ്നേഹം ഊർമിള എന്റെ അടുത്തല്ലേ. ഡാഡിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും. എന്താ വാവേ ഒന്നും മിണ്ടാത്തെ? മമ്മി പറഞ്ഞത് ശരിയാ. ആന്റി എല്ലാവർക്കും വലിയ ഇഷ്ടാ. മോളെ ഡാഡി തല്ലിയും വഴിക്കുറയൊക്കെ ചെയ്തു. ആന്റി ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ആ അതാ പറഞ്ഞേ, അവർക്കൊക്കെ ആന്റിയെ ജീവന്റെ ജീവനാന്ന്. അപ്പൊ മമ്മി, ആന്റിയുടെ കുഞ്ഞാവ ജനിച്ച എല്ലാവർക്കും മോളെ ഇഷ്ടമല്ലാണ്ടാവോ? എന്താ സംശയം? അതുകൊണ്ട് ആ കുഞ്ഞുവാവ ജനിക്കാതിരിക്കുന്നതാ നല്ലത്. അതിനുവേണ്ടി മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കോ? സുന്ദരിക്കുട്ടി. എന്നാ ഇനി സംസാരമൊക്കെ നാളെ. മോള് മൊബൈൽ കട്ട് ചെയ്തോ. ഓക്കെ, ബൈ. താളി തേക്കാൻ തുടങ്ങിയ പിന്നെ മുടിക്കൊരു ഉള്ളൊക്കെ വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് മുടി അഴകാണെന്നാ ഹരിയേട്ടൻ പറയാറ്. മുടിയുള്ള പെണ്ണുങ്ങളെ ഹരിയേട്ടന് ഒരുപാട് ഇഷ്ടവുമാ. അങ്ങനെ ഇഷ്ടപ്പെട്ടാണോ ഈ സുന്ദരി ഹരി സ്നേഹിച്ചു തുടങ്ങിയത്? ആണോന്നറിയില്ല, എങ്കിലും മുടി ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ മുടിയെ പുകഴ്ത്തി ഹരിയേട്ടൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. ഇതിപ്പോ അമ്മയുടെ താളി ചികിത്സ കൊണ്ട് ഇതങ്ങ് തഴച്ചു വളർന്ന് മടങ്ങി വരുന്ന ഹരിയേട്ടന് കണ്ണിന് സുഖമുള്ളൊരു കാഴ്ചയാവും.